ഇല്ല. ആ ഡോഗിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഡോഗിന്? ആ ഒരു വീഡിയോയിൽ ഇത് കിട്ടുന്നതായിരിക്കാം. ഈ വീഡിയോക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കാം. ഇയാൾക്ക് അല്ലാണ്ട് വേറെ ആയിരിക്കും ഉണ്ടോ? വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉള്ള കണ്ടന്റ് കിട്ടും. ഇവർക്ക് കണ്ടന്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണ്ടു, ആ ഡോഗ് ഒരു വീട്ടിലുണ്ട്, അവർ വീട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, പിന്നെ അവിടെ പോയി ഒരു മാസം നിങ്ങളുടെ ആവശ്യമുണ്ടോ? അവിടെ പോയി കടി മനുഷ്യരുടെ ആവശ്യമുണ്ടോ? എനിക്ക് ഇതേ പിടിച്ചാ മതി. അല്ല ഇതിൽ പിടിച്ചാ മതി. ആ അങ്ങനെ വലിക്കാ വലിക്കരുത്. ഇന്നലെ ഒരു കമന്റ് ഇട്ടിട്ട് ആ കമന്റിന് വേണ്ടിട്ട് ഇന്ന് രാവിലെ നീ കാസർഗോഡ് നിന്ന് കണ്ണൂരും കഴിഞ്ഞ് വയനാട് ചുരം കയറി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എനിക്ക് വിഷയം എന്തോ. വയനാട് നല്ല കാലാവസ്ഥ വയനാട് കാലാവസ്ഥ കാണാൻ വന്നതല്ല, എന്തോ സീനുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റുഡിയോ കേട്ടോ. ആക്ച്വലി നമ്മളെ ബ്ലോഗർ ചെക്കൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ബാക്ക്ഗ്രൗണ്ട് അതാണ്, മോട്ടിവേഷണൽ ടോക്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചായിട്ട് വിക്കീസ് ഗ്രീനിൽ ഡോഗ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുന്നില്ല. എന്തായാലും നീ വന്നല്ലോ, എന്താണ് വിഷയം? എനിക്ക് ഒരു ചെറിയൊരു ധാരണ കിട്ടി, പക്ഷെ എവിടെയൊക്കെ എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ എന്താ സംഭവിച്ചത് ഇവിടെ? ഫുൾഫിൽ അല്ല. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് ഒരു ധാരണ ആർക്കും അല്ല. ഇതിപ്പോ എനിക്കും ഈ ഷൂട്ട് ചെയ്ത ആൾക്കാർക്കും അവിടെ ഉണ്ട ആൾക്കാർക്കും അല്ലാണ്ട് മറ്റാൾക്കാർക്കും സംഭവം അറിയില്ല, വിഷയം അറിയില്ല. സത്യത്തില് അവിടെ പോയ സമയത്ത് ശരിക്കും ഇത് ഡോഗിനാണോ വിഷയം, സച്ചിനാണോ വിഷയം, അതോ രഞ്ജുനാണോ വിഷയം? ആർക്കാ പ്രശ്നം ശരിക്കും? ഇതിൽ പ്രശ്നം വന്നത് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് പല കമന്റ് വരും. ഞാൻ അങ്ങനെ കമന്റ് നോക്കാറില്ല. ഞാൻ എന്റെ വീട്ടിൽ തന്നെ പല കമന്റ് വരും, ഞാൻ നോക്കാറില്ല, ജസ്റ്റ് നോക്കി വിടും. ലൈക്ക് അടിച്ച് വിടുന്നതാണ്. ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. നല്ല കമന്റ് ആണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട്, മോശം കമന്റ് ആണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. അപ്പോൾ ആളുടെയും ഇങ്ങനെ വിട്ട് നമുക്ക് കുറേ നെഗറ്റീവ് കമന്റ്സ് വന്നു. ആൾക്കാർ കമന്റ് ചെയ്തു. അതെനിക്ക് വിഷമമായിട്ടില്ല. ഇതൊക്കെ ട്രെയിനിങ് പണ്ടേ കഴിഞ്ഞാണ്. ഞാൻ ട്രെയിനിങ് പഠിച്ചാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ട്രെയിനിങ് എന്റെ ബോസ് തന്നെ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വിഷയമല്ല, എനിക്ക് ഇതിന്റെ പേരിൽ ഒരു ചലഞ്ച് ചെയ്യണം. രണ്ട് തരത്തിലുള്ള ആളുകൾ നോക്കുന്നുണ്ട്. അപ്പൊ വിഷയം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്ത ആള് ഇതൊരു രഞ്ജു ലിസ്റ്റോക്സ് ആള് ഇതിൽ ഫസ്റ്റ് ഒരു കമന്റ് പിൻ ചെയ്തു. എന്ത്? ഞാൻ അറിയില്ല, ഡോഗിനെ ഉപദ്രവിക്കും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ആക്ച്വലി രഞ്ജുവിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഡോഗിനെ ഉപദ്രവിക്കുന്നതിന് എതിരാണോ രഞ്ജു? അങ്ങനെ ആ കമന്റിൽ അങ്ങനെ എതിരാണെങ്കിൽ ഇവർ എന്നോട് പറയണോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പറയണോ? രണ്ടാമത് ഞാൻ 1 മിനിറ്റ് കൊണ്ട് ആ ഡോഗിനാണ് പുറത്തിറക്കിയത്. 1 മിനിറ്റും ഒരു 30 സെക്കൻഡ് കൂടുതൽ പോയിട്ടില്ല. അത്രയും സെക്കൻഡ് ഡോഗിനാണ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. ഇത്തിരി സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു, വീഡിയോ കഴിഞ്ഞു, മൊത്തം കഴിഞ്ഞു. രണ്ടാമത് ഇത് ഈ സംഭവം കുത്തിക്കരുത് ഇവർ രണ്ടുമാണ്. അതായത് ഡോഗിന്റെ ഓണറും രഞ്ജുവും കൂടിയാണ് പറഞ്ഞത് ഇങ്ങനെ അയക്കാൻ പറ്റുമോ? എങ്ങനെ അയക്കാൻ പറ്റുമെന്ന്, അതായത് എങ്ങനെ അയക്കാൻ പറ്റുന്ന ക്ലിയർ പറഞ്ഞിട്ടില്ല. കെട്ടി എടുക്കുന്ന പോലെ അയക്കാൻ പറ്റുമോ ചോദിച്ചു. ഒന്നും ഇല്ലാണ്ട് പോയി ഡയറക്റ്റ് പോയിട്ട് കടി കൊള്ളണം. അത് കടി കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. കടി കൊള്ളുക എന്നുള്ളതാണ് നമ്മളെ സക്സസ് ആവുന്നതിന്റെ റീസൺ. അല്ല നമ്മൾ ഞാൻ ട്രെയിനറല്ലേ, ഞാൻ എനിക്ക് സേഫ്റ്റി കിട്ടുന്ന രീതിയിൽ നോക്കൂ. അപ്പൊ അതിൽ ആ 1 മിനിറ്റിൽ അയച്ച സമയത്ത് തന്നെ ഡോഗിനെ നമ്മൾ ചോക്ക് ചെയ്തിട്ടില്ല. ചെയ്തിട്ട് മിനിമം സെക്കൻഡ്സ് ആണ് പിടിച്ചത്. അത് എപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നീക്കി പിടിക്കുന്നത് മാത്രം. ഓക്കെ, അതിൽ ചോക്ക് ചെയ്തതാണെങ്കിൽ ശരിക്കും ടൈറ്റ് ഇവിടുന്ന് തന്നെ കയറി പോകണം. ഇത് ഡോഗിന്റെ കൈയുടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് ചെയ്ത് തട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവനറിയാം അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം. അത് മാത്രമേ അവനറിയാം. അപ്പൊ അവനത് സേഫ് സോണിൽ അവൻ നിന്നിട്ടുണ്ട്. അത് ഞാൻ ചോക്ക് ചെയ്തില്ല, എനിക്ക് കൂടാതെ നിൽക്കാൻ പറ്റി. ലീഷ് അയച്ചു, ചങ്ങല അയച്ചിട്ട് അവന്റെ സേഫ്റ്റി കൊണ്ട് ചങ്ങല കയ്യിലെടുത്തത്. നമുക്ക് ഒരു വിഷയം മതി. പക്ഷെ ആ ചങ്ങല ഇങ്ങനെ ആടുന്ന സമയത്ത് കാലിലെ കയ്യിൽ കുടുങ്ങും. അപ്പൊ അതിനു വേണ്ടി ചങ്ങല കയ്യിലെടുത്ത് പിടിച്ചു. ഓക്കെ, അത് പക്ഷെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടി ചങ്ങല എടുത്തു. തിരിച്ച് ഞാൻ പുറത്ത് കൊണ്ടുപോയി റോഡിൽ കൊണ്ടുപോയി തിരിച്ച് ഇവിടെ എത്തി. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഓക്കെയാണ്, സംഭവം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് അവിടെ നിന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഇത് നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് അതുപോലെ ചേട്ടാ അയച്ച പോലെ അയക്കാൻ പറ്റുമോ ചോദിച്ചു. രണ്ടാമത് പുള്ളി ഇപ്പൊ ഞാൻ പറയട്ടെ, രഞ്ജു പറയുന്നത് പുള്ളി ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമെന്നാണ് ഓണറും രഞ്ജുവും ചോദിക്കുന്നത് അല്ലേ? രഞ്ജു എന്താ ചെയ്തത്? രഞ്ജു എങ്ങനെയാണ് എടുത്തത് ഒന്ന് പറഞ്ഞിട്ട്. രഞ്ജു എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ഡോഗ് ഒരു കോർണറാണ് കെട്ടിയിട്ടുള്ളത് ഒരു പോസ്റ്റിൽ.
ആ പോസ്റ്റിന്റെ ചങ്ങലൊക്കെ 2 മീറ്റർ നീളമുണ്ട്. 2 ചങ്ങലാണ്, ഒന്ന് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുള്ളത്. അപ്പൊ ആ 2 മീറ്റർ ഏരിയയിൽ ഡോഗിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അന്നൊരു നല്ല, എനിക്ക് തോന്നുന്ന വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്, അന്ന് ശരിക്കും നല്ല വെയിലാണ്. ഡോഗ്സ് സാധാരണ എപ്പോഴും തണുപ്പ് സ്ഥലങ്ങളിൽ കിടക്കുക. അപ്പൊ ആ പോസ്റ്റിന് തൊട്ടപ്പുറത്ത് ഒരു കുഴി വെച്ചിട്ട് ആളതിൽ കിടക്കും. അപ്പൊ 2 ചാട്ടം ചാടി ഡോഗ് ടയർഡ് ആകുമ്പോൾ നേരെ പോയി അവിടെ കിടക്കും. കിടക്കുന്ന സമയത്ത് ഈ ചെയിൻ എങ്ങനെയാവും? യു ഷേപ്പിൽ ഇങ്ങനെ പോയി വരുന്ന സമയത്ത് ചങ്ങല ഇങ്ങനെ യു പോലെ കിടക്കും. അപ്പൊ 1 മീറ്റർ അവിടുന്ന് പുറത്തേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാകും, നമുക്ക് ചങ്ങലയിൽ പിടിക്കാൻ പറ്റും, എങ്ങനെയെങ്കിലും ചങ്ങല എടുക്കാൻ പറ്റും. ഓക്കെ, മറ്റേതാണെങ്കിൽ ഡോഗ് 2 മീറ്റർ നീളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് സ്പേസ്, ചങ്ങല എങ്ങനെയും പിടിക്കാൻ സ്പേസ് ഇല്ല. അപ്പൊ അങ്ങനെ പിടിച്ച് ആ ചങ്ങലക്ക് പിടിച്ച സമയത്ത് ആൾക്കന്ന് കടി കിട്ടിയത്. അങ്ങനെയാണ് രഞ്ജു എന്ന് എടുത്തത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ കടി കിട്ടി തന്നെ ഇറക്കണം നിർബന്ധ? അതാണ് ചാലഞ്ച്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഡോഗിനെ എവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് കമന്റ് ചെയ്തു. ആ റീൽ കണ്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് സച്ചിനായിട്ട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പുള്ളി ആ വീഡിയോയിൽ 2 തരത്തിൽ പറയുന്നുണ്ട്. വ്യത്യസ്ത തരത്തിൽ ഇറക്കാൻ പറ്റുന്ന ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇറക്കിയതുപോലെ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 2 പുള്ളി ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിൽ സച്ചിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് ഇങ്ങനെ? എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ആദ്യത്തെ ചലഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒറ്റ ചലഞ്ച് അവർ ചെയ്തിട്ടുള്ളത്, ഡോഗിനെ ഇറക്കണം എന്നത്. എങ്ങനെ ഇറക്കണമെന്നോ, എന്ത് ഉപയോഗിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സച്ചിന്, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സച്ചിൻ ഇങ്ങനെയൊക്കെയാണ് ഡോഗിനെ ഇറക്കുന്നത് എന്നുള്ളത് രഞ്ജുവിന് അറിയോ? അറിയാം. അവള് ആ വീഡിയോ തന്നെ പറയുന്നുണ്ടല്ലോ, സച്ചിന്റെ മെത്തേഡ് നമുക്കറിയാം, സച്ചിൻ ഇറക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. സച്ചിന് ഒരു ചലഞ്ച് ലീസ്റ്റോക്സ് വെക്കുന്നു, ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുന്നു. ആ ചലഞ്ചിൽ സച്ചിന് ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ട് ഒരു ഇത് പറഞ്ഞപ്പം സച്ചിൻ അത് ഏറ്റെടുക്കുന്നു. ആ ചലഞ്ചിന് സച്ചിൻ പോകുന്നു. സച്ചിന്റേതായ രീതിയിൽ 1 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് ഡോഗിനെ ഇറക്കി പുറത്തേക്ക് വരുന്നു. അത് അവർക്ക് ഡോഗിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ന് അവര്. ഡോഗിനായിരിക്കില്ല, ഓണറിനെ, ഈ വീഡിയോ എടുത്ത ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഡോഗിന് സച്ചിന്, ഞാൻ ഇതിലൊരു കാര്യം പറയട്ടെ. സച്ചിന്റെ കൂടെ 1-2 ഡോഗിനെ ഇറക്കുന്നത് കാണാൻ പോയിട്ടുണ്ട്. പേഴ്സണലി അറിയുന്ന ആളുകൾക്കറിയാം. ഞാൻ അവിടെ സച്ചിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പല സാഹചര്യത്തിൽ അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ സച്ചിൻ അവിടെ ഉണ്ടെങ്കിൽ, ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് സച്ചിൻ ഈ ഡോഗിനെ ഇറക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. സച്ചിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, കുഴപ്പമില്ലല്ലോ, ഇത് 2 തരത്തിൽ ആളുകൾ ഇതിനെ നോക്കി കാണും കേട്ടോ. ചില ആളുകൾക്ക് ഇത് ഡോഗിനെ ഉപദ്രവിക്കുന്നത് കാണും. ചില ആളുകൾക്ക് ഇത് ഡോഗിനെ കാലാകാലത്തേക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് ഡോഗിനെ ഒതുക്കി നിർത്തുന്നതായിട്ടും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഗിവ് ഓർ ടേക്ക്, ഇതെങ്ങനെയാണ് സിറ്റുവേഷൻ. സച്ചിനൊരു പിടുത്തുണ്ട്, ഒരു ലോക്കാണ്, ഞാൻ അതല്ലേ കറക്റ്റ് ഒരു ലോക്കാണ് ഇത് എന്ന് പറഞ്ഞാൽ. ഡോഗ് ഒതുങ്ങി നിൽക്കുന്നൊരു ഡോഗിന് ഒരു പ്രശ്നമില്ല, വെറുതെ നിൽക്കുന്നൊരു ഡോഗിന് പ്രശ്നമില്ല. നമ്മളെ നേരെ ചാർജ് ചെയ്യാൻ വരുമ്പോൾ ഡോഗ് ചോക്കാവും, നമ്മളെ നേരെ കടിക്കാൻ വരുന്നൊരു ഡോഗ് ചോക്കാവും. അപ്പോൾ ഡോഗ് എന്ത് ചെയ്യും? പിന്നെ ബാക്കോട്ടേക്ക് പോകും. എത്രത്തോളം ഡോഗ് അഗ്രഷൻ എടുത്തിട്ട് കടിക്കാൻ വരുന്നോ അത്രത്തോളം ഡോഗ് ലോക്കാവും. ഡോഗ് ലോക്കാകുന്നതിനനുസരിച്ചിട്ട് ഡോഗ് ടയർഡായിട്ട് അവസാനം ഡോഗ് അർജന്റീന അല്ലേ വന്നിട്ട് കാലിൽ എന്നിട്ട് എൻ്റെ ഒരു ശ്വാസം എടുക്കാൻ വിടുമോ അല്ലെങ്കിൽ എന്നെ വെറുതെ വിടുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഡോഗ് എത്തും. പക്ഷെ ഡോഗ് അഗ്രഷൻ വെറുതെ കിടക്കുന്ന ഒരു ഡോഗിനെ നമ്മൾ ചോക്കാക്കുന്നില്ല. അഗ്രഷൻ കാണിച്ച് എപ്പോഴൊക്കെയാണോ ഡോഗ് അഗ്രസീവായിട്ട് നമ്മളെ കടിക്കാൻ വരുന്നത് അപ്പോഴൊക്കെ ഡോഗ് ഓട്ടോമാറ്റിക്കലി ആ ലോക്കിലേക്ക് പോകും, ആ പിടുത്തത്തിന്റെ ലോക്കിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ ഒരു അല്ലേ, ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ രഞ്ജു ബ്രോന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, മൂപ്പര് കടി കിട്ടിയാലും കുഴപ്പമില്ല, ഡോഗിന് എന്താ പറയാ ഇറക്കണം എന്ന മൈൻഡാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മൂപ്പർക്ക് ഡോഗിനെ ഉപദ്രവിക്കുന്നതിനോട് മൂപ്പര് എന്താ പറയാ എനിക്ക് താല്പര്യം മൂപ്പർക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടപ്പോ. കമന്റ് കണ്ടപ്പോ അങ്ങനെ എനിക്ക് തോന്നിയത്. കമന്റ് കണ്ടപ്പോ തോന്നിയിട്ടുണ്ടാവും. മുമ്പിലെ വീഡിയോയില് ഡോഗിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയ ഒരു പാർട്ടാണ് ചെവി. ഈ ചെവിക്കടക്കം കടിക്കുമ്പോൾ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഡോഗിനെ പുഷ് ചെയ്തിട്ടുണ്ട്. ചെവി അതായത് കടി കിട്ടിയിട്ടുണ്ട് ആൾക്ക്. കടി കിട്ടുമ്പോൾ ആള് ചെയ്തതാണ്. അപ്പൊ കടി കിട്ടുമ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതാണ് ഇത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അത് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇവിടെ തലക്ക്, അതായത് ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വീർത്ത് വരും. അപ്പൊ ചെവി എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ചെവി എവിടെയെങ്കിലും തട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ടാവും ഈ ചെവി വീർത്ത് പോയി പെട്ടെന്ന്. അത് ആ ബ്ലഡ് വെസലിൽ എന്തെങ്കിലും ശതവീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് ജർമ്മൻ ഷെപ്പേർഡ്. ആ ജർമ്മൻ ഷെപ്പേർഡിന്റെ വീഡിയോ ആൾക്ക് മനസ്സിലാവും. കടി കുറെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആള് ഡോഗിനെ തള്ളി നീക്കുന്നത് ഈ ചെവിയിൽ എവിടെ പിടിച്ചാണ്. ഓക്കെ, അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ കടിയൊക്കെ നിന്ന് കൊള്ളണ്ടല്ലേ. ജർമ്മൻ ഷെപ്പേർഡിനെ ചെവി പിടിച്ചാണ് തള്ളുന്നത്. അപ്പൊ ജർമ്മൻ ഷെപ്പേർഡ് കടിക്കുന്ന ആൾക്ക് അറിയാലോ, അറിയുന്ന വെച്ചിട്ടാണല്ലോ തള്ളുന്നത്. കടി കിട്ടിയ ശേഷമാണല്ലോ തള്ളുന്നത്. ഞാൻ അതിൽ പ്രിക്കോഷൻ എടുക്കുന്നു. കടിക്കുന്നതിന് മുമ്പ് നിർത്തുന്നു. ഡോഗൻ അറ്റാക്ക് ചെയ്യുന്നില്ല. കടി കിട്ടിക്കഴിഞ്ഞാൽ തള്ളുന്നു. കടി കിട്ടിക്കഴിഞ്ഞ് ചെവിയിൽ പിടിച്ചമർത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചെവിയിലെ ബ്ലഡ് വെസലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഡോഗിന് ഇഞ്ചുറി പറ്റാം.
നമ്മൾ ജസ്റ്റ് കയറ് പിടിച്ച് ഡോഗിനെ മാറ്റി നിർത്തുന്നു. ഡോഗ് തന്നെ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ തൂക്കിയെടുത്ത് വട്ടം കറക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നീക്കി പിടിക്കാൻ മാത്രമാണത്. കാരണം ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാരണം സൗണ്ട് അവൻ ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. ആ ക്യാരക്ടർ അവൻ പുറത്തേക്ക് എടുക്കുന്നതാണ്, കാരണം അവൻ മാക്സിമം ട്രൈ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, കുറെ ആളുകൾക്ക് സച്ചിൻ ആ ഡോഗിനെ ചോക്ക് ചെയ്ത് ഇതാക്കി ഇറക്കിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് വിഷയം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, രഞ്ജുവിനെ പോലെ ഇറക്കാറ്, രഞ്ജുവിന്റെ മെത്തേഡ് എന്താണെന്ന് നോക്കിയിരുന്നോ സച്ചിന്? ഇല്ല, ഞാൻ അങ്ങനെ വീഡിയോ ഫുള്ള് കാണലൊന്നുമില്ല. രഞ്ജുവിന്റെ മെത്തേഡ് എന്താണ്? രഞ്ജുൻ ചോക്ക് ചെയ്ത് ഇറക്കുന്നതല്ല, ഞാൻ ഇപ്പൊ കണ്ടിട്ട് നമുക്ക് മനസ്സിലായത് ആള് ഡോഗിനനുസരിച്ചാണ് പുറത്തേക്ക് ഇറക്കുന്നത്. ചോക്ക് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്, ചങ്ങലയിൽ ഇറക്കിയിട്ടുണ്ട്, ആള് ചോക്ക് ചെയ്ത് ഇറക്കുന്നുണ്ട്, ഉണ്ട് ഫ്രീ ആയിട്ട് അയച്ചു വിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ രഞ്ജുന്റെ ഓഡിയൻസ് അപ്പൊ സച്ചിൻ ഇങ്ങനെ ഇറക്കിയപ്പോ പ്രശ്നമാകാൻ കാരണം എന്താ? ഓഡിയൻസ് അല്ലേ, രണ്ട് ഭാഗത്തുണ്ടാവില്ലേ. പക്ഷെ അത് ഓഡിയൻസ് എന്ത് വേണം പറഞ്ഞിട്ട്, പക്ഷെ സത്യാവസ്ഥ മനസ്സിലാക്കണം അവര്. ഇതെന്താ സംഭവിച്ചത് അവർ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഇതിലൊരു വീഡിയോ ആണ് ജർമ്മൻ ഷെപ്പേർഡ്. ആ ജർമ്മൻ ഷെപ്പേർഡ് ആളെ കടിക്കുന്ന സമയത്ത് ആള് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അതിനെ. ഇതിൽ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഈ കയറൊക്കെ ഉപയോഗിച്ചിരുന്നു, അതിലും ആൾ കയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് മനസ്സിലായ കാര്യം എന്താ പറഞ്ഞാല്, രഞ്ജു ചില സമയത്ത് അങ്ങനെ ഇറക്കുന്നുണ്ട്, പക്ഷെ ഈ ഡോഗിൽ രഞ്ജു അങ്ങനെ ഇറക്കിയിട്ടില്ല. അപ്പൊ സച്ചിൻ ഇറക്കിയപ്പോ രഞ്ജു ഇറക്കിയ പോലെ തന്നെ, ലീസ്റ്റോക്ക് ഇറക്കിയ പോലെ തന്നെ സച്ചിനോട് ഇറക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇറക്കിയ പോലെ ഇറക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വ്യത്യസ്ത മെത്തേഡ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ നേരിട്ട് പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്റെ വീഡിയോ ഉണ്ടല്ലോ, ആള് പറയുന്നുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നുണ്ട്, പോവാലോ ചോദിക്കുന്നു. ഓക്കെ പോവാം, ഡോഗിനെ എടുത്തോണ്ടിരാ. ഞാൻ അതേ ചെയ്തുള്ളൂ, ഞാൻ പോയി ഡോഗിനെ എടുത്തോണ്ടു. അത് 1 മിനിറ്റ് 30 സെക്കൻഡ് പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് വീഡിയോക്ക് കണ്ടന്റ് ഇല്ല. ഇവർക്ക് എന്താ വേണ്ടത്? ഞാനൊരു കാര്യം കേട്ടെ, അപ്പൊ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉള്ള കണ്ടന്റ് കിട്ടണം. ഇവർക്ക് കണ്ടന്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണ്ടു, ആ ഡോഗ് ഒരു വീട്ടിലുണ്ട്, അവർ വീട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, പിന്നെ അവിടെ പോയി ഒരു മാസം നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ പോയി കടി മനുഷ്യരുടെ ആവശ്യമുണ്ടോ? എനിക്കിത് മനസ്സിലായെന്ന് അറിയോ, സച്ചിൻ ഇറക്കുന്ന പോലെ തന്നെ സച്ചിൻ ഇറക്കി. ലീസ്റ്റോക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ലീസ്റ്റോക്കിന്റെ ഓഡിയൻസ് കമന്റ് ചെയ്തതല്ല സച്ചിന്റെ പ്രശ്നം. ലീസ്റ്റോക്ക് ഈ വിഷയത്തിൽ സച്ചിനെ കൊണ്ടുവന്നിട്ട് മൂപ്പര് നൈസായിട്ട് കമന്റ് ഇട്ടിട്ട് മൂപ്പര് ഒരു നന്മമരം കളിക്കണമെങ്കിലേ, അങ്ങനെ നന്മമരം കളിക്കണമെങ്കിൽ ആ ഡോഗിന്റെ അടുത്ത് പോയി ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ ഡോഗ് വെച്ചിട്ട് ആ വീട്ടിൽ ആരോടും ഒരു പ്രശ്നമില്ല, അത് കൂളായിട്ട് സൈഡിൽ നിൽക്കുന്ന ഡോഗാണ്. പ്രശ്നമില്ലേ? എടാ, ആ ഡോഗ് വെച്ചിട്ട് അത്രയും ഫ്രണ്ട്ലിയാണ് അവരോട്. നീ ആ വീഡിയോ കാണുന്നില്ല, ഡോഗിന്റെ ഓണേഴ്സിനോട് പ്രശ്നമില്ല. ഇല്ല, വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ ഡോഗിന് പ്രശ്നം ഉണ്ടാവും. ഗാർഡ്, അവർക്ക് ഗാർഡിംഗ് ആണ്, പെറ്റുമാണ് അത്. അപ്പൊ ഗാർഡ് ഡോഗിന് സ്ട്രേഞ്ചേഴ്സിനോട് അഗ്രഷൻ വേണം. അതിനടുത്ത് പോയി മാസം നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ആക്ച്വലി അപ്പൊ ഈ ഡോഗിനെ മാസാക്കി കൂട്ടുനിറക്കുന്നതിന്റെ ആവശ്യം എന്താ? റീച്ച്. അല്ല ആക്ച്വലി അപ്പൊ ഈ ഡോഗിന്റെ അടുത്ത് ഞാനൊരു കാര്യം, ഇത് മാത്രമല്ല എല്ലാ ഡോഗ്സിന്റെ കാര്യത്തിലും സെയിം ആണ്. ഡോഗിനെ പുറത്ത് കൊണ്ടിരുന്ന് മാസ് കാണിക്കേണ്ട ആവശ്യം റീച്ച് കിട്ടാൻ വേണ്ടിയാണ്. പുള്ളി അപ്പൊ ഈ ഡോഗിനെ ട്രെയിൻ ചെയ്യൂല? ഒന്നുമില്ല, ട്രെയിനിങ് ഇല്ല. ആളുടെ കയ്യിൽ പറയുന്നുണ്ട് ട്രെയിനിങ് ഇല്ല, കിട്ടുന്ന കടിയും വാങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കുറെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാടാ. ഓഡിയൻസിന് നമ്മളാര് അങ്ങനെ അത് ബാക്കി പറയല. ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമല്ല. ഞാൻ കടി കിട്ടുന്ന തരത്തിൽ എൻ്റെ വീഡിയോസിൽ തന്നെ പപ്പീസൊക്കെ ലാസ്റ്റിൻ്റെ എത്രയോ ഒരൊറ്റ പ്രാവശ്യമാണ് ജീവിതത്തിൽ എനിക്കൊരു പപ്പീനെ ഇവിടെ അങ്ങനെ ബൈറ്റ് ചെയ്തത്. ആ പപ്പി ഞാൻ ചിക്കൻ കൊടുത്ത സമയത്ത് ചിക്കനെ ബൈറ്റ് ചെയ്തപ്പോൾ മാറി, ഞാൻ കൊടുത്തത് കൈ നീട്ടിയതും പുള്ളി ചിക്കന് വേണ്ടി ചാടി ഒരുമിച്ചായിട്ട് ഒരു പല്ലിവിടെ കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടത്. പിന്നെ എനിക്ക് ഒരു ലാസ്റ്റ് തന്നെ നമ്മൾ പത്തനംതിട്ട മല്ലോസിൻ്റെ പപ്പീസിന് വീഡിയോ കണ്ടപ്പോൾ ഒരു പപ്പി ഇങ്ങനെ വീഡിയോ ഇതായി, പിന്നെ ഓഡിയൻസിനെ കടിച്ച് കയറി പല്ലിവിടെ തട്ടി, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ബ്ലഡ് കണ്ടാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ഇല്ല പ്രശ്നങ്ങൾ വരുന്ന ഡോഗ്സിനാണ് ഈ ഒരു ഹെഡിങ് കൊടുക്കും, കടി എന്നല്ലേ, എന്നിട്ട് അവർ മാറ്റി കൂട്ടിലേക്ക് ഇടും. എപ്പോഴെങ്കിലും ഒരു പല്ല് കൊണ്ടതായിരിക്കാം, ചിലപ്പോൾ നമ്മളായിട്ട് വലിച്ചു വലിച്ച സംഭവമായിരിക്കാം. ഫുഡ് കൊടുത്തിട്ട് കൈയിടാൻ പോയിട്ട് ചില ഡോഗ്സ് കടിക്കും. അപ്പോൾ ഇതറിയാതെ പറ്റിയതായിരിക്കും. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിനെ എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ പോയിട്ട് നമ്മൾ പപ്പീസിനെ കറക്കുന്നല്ല, വലിയ പ്രൊട്ടക്ഷനുള്ള ഡോഗ്സിനെ ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഉപയോഗിക്കാതെ, അഗ്രഷനുള്ള ഡോഗ്സിനെ പ്രൊട്ടക്ഷൻ ഒന്നും ഉപയോഗിക്കാതെ പോയിട്ട് കടി വാങ്ങുന്ന പരിപാടിയില്ലേ. ഒന്നാമത് നമ്മുടെ നാട്ടിലൊരു റിക്വസ്റ്റാണ്, ഞാനിത് പരമാവധി ഒന്ന് കൺട്രോൾ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ റോഡ് വൈലർ പോലുള്ള ബ്രീഡുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വട്ടം ബാൻ ആയിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. റോഡ് വൈലർ നല്ലോണം വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിർഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു ഡോഗിന് മുമ്പിൽ പോയിട്ട് ഡോഗ് നന്നായിട്ട് ചാർജ് ചെയ്തു, അത് മൊത്തത്തിൽ ന്യൂസായി ചർച്ചയായി, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പോൾ നമ്മളെ എന്താ പറയുക, കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ചിലപ്പോൾ ഈ റോഡ് വൈലർ എന്ന് പറഞ്ഞ ഒരു ബ്രീഡിനെ ബാൻ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഒരു പ്രൂഫായിട്ട് ഉപയോഗിക്കും. പിന്നെ അഗ്രഷന് ഇപ്പോൾ ഡോഗിനെ ഇറക്കുന്ന സമയത്ത് കടി കൊള്ളണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഈവൻ കടി കൊണ്ടാൽ പോലും, നിർഭാഗ്യവശാൽ നമുക്ക് കടി കൊള്ളേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ആ ഡോഗിനെ ഫിക്സ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ ആ ഡോഗിനെ അങ്ങനെ ഇറക്കാതിരിക്കുന്നേക്കും നല്ലല്ലേ. പിന്നെ അടുത്ത ആൾ പോകുമ്പോൾ ആ ഡോഗ് അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ലാസ്റ്റത്തെ ആളോട് ഡോഗ് എങ്ങനെ ബിഹേവ് ചെയ്തോ അതേപോലെയൊക്കെയുള്ള ഡോഗിന്റെ മെമ്മറി അടുത്ത ആളോട് ഉണ്ടാവുക. അപ്പോൾ ഒരു ട്രെയിനർ അടുത്ത് പോകുന്ന സമയത്ത് ആ ട്രെയിനർ അത് കൺട്രോൾ, അപ്പൊ ശരിക്കും ഈ സ്റ്റോക്ക് ട്രെയിനർ അല്ല എന്നാണ് പറയുന്നുണ്ട്.
ഞാൻ മൂപ്പര് വീഡിയോസ് സ്ഥിരമായി കാണാത്തോണ്ടായിരിക്കും കേട്ടോ. അല്ല, അതിൽ പേജ് തന്നെ ഇതിപ്പോ ആക്ച്വലി വിഷയം എന്ന് പറയുന്നത് മൂപ്പര് എന്നിട്ട് എന്താക്കി സച്ചിനെ ഇറക്കാൻ പറഞ്ഞ് ഇറക്കുകയും ചെയ്ത് എന്നിട്ട് നൈസായിട്ട് സച്ചിനെ ഇറക്കുന്ന മെത്തേഡ് ഡോഗിനെ ഉപദ്രവിക്കുന്ന മെത്തേഡാണെന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിയുകയും ചെയ്തു. എന്നാൽ ആ മെത്തേഡ് മൂപ്പര് മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. സിമ്പിൾ ആയിട്ട് ഇത്രയുള്ള സംഭവം. അതിൽ 2 ടാസ്ക് വന്നു. ഫസ്റ്റ് ഇറക്കാൻ പറഞ്ഞു, പോയി ഇറക്കി 1 മിനിറ്റുള്ള പരിപാടി വീഡിയോ കഴിഞ്ഞു. 2 മിനിറ്റുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്തു. പക്ഷെ ഇവർക്ക് ഇത് റീച്ച് വേണം. അപ്പൊ എന്ത് ചെയ്തു, കണ്ടന്റ് മാറ്റി. ഞാൻ ഇറക്കിയ പോലെ ഇറക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ അന്ന് ഇറക്കിയതിൽ കാരണമുണ്ട്. അന്നും കാലാവസ്ഥ മാറ്റമുണ്ട്. അന്ന് ആ ഡോഗ് കിടക്കുന്ന ഒരു കോർണറിലാണ്. ആ സമയത്ത് ചൂടാണ്. ആ സമയത്ത് നമുക്ക് ഡോഗിന് ചങ്ങല ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുണ്ടാവും. മീൻസ് ഡോഗ് കിടക്കുന്ന ഒരു കോർണറിലാണ്. അപ്പൊ അവിടുന്ന് ഡോഗ് എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ 2 മീറ്റർ നീളമുണ്ട് ചങ്ങലക്ക്. അത് തിരിച്ച് മടുക്കുമ്പോൾ തിരിച്ചു പോയി അവിടെ കിടക്കും. ആ 2 മീറ്റർ നീളമുള്ള ചങ്ങല നേരെ പകുതി ആകുമ്പോൾ 1 മീറ്റർ ഉണ്ട്. അത് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. ഇപ്പൊ മഴയാണ്, ഡോഗ് കൂട്ടിലാണ്. കൂട്ടുന്നാണ് ലാസ്റ്റ് ടൈം ആൾ പുറത്തിറക്കിയത്. കൂട്ടുന്നാണ് ലാസ്റ്റ് ടൈം പുറത്തിറക്കിയത്. കൂട്ടുന്ന് പുറത്തിറക്കി തിരിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ ഇപ്പൊ അതിന് വീഡിയോക്ക് വേണ്ടി ഡോഗിന് സെയിം സ്ഥലത്ത് കെട്ടിയത്. ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഡോഗിനെ അഗ്രസീവ് ആക്കി കാണിച്ചു. ഞാൻ അതിൽ പറയുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ ആ വീട്ടിൽ പറയുന്നത് നമ്മൾ ചെയ്ത് തെറ്റാണ്. കാരണം ഒരാവശ്യമില്ലാണ്ട് ഇവിടെ വന്നിട്ട് ഡോഗിനെ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് മാന്തി ചെയ്യുന്നു. ഡോഗ് ഇങ്ങോട്ടൊക്കെ അല്ല. ഡോഗിന് ആക്ച്വലി ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അവർക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ചില അഗ്രഷൻ കാര്യമൊക്കെ ഉണ്ട്, അത് ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ആ ഡോഗിനൊന്നും കിട്ടാനില്ല. ഈ കൂട്ടുനിറക്കുക എന്ന് പറയുന്ന പരിപാടി കൊണ്ട് ആ ഡോഗിന് ഒന്നും കിട്ടില്ല. പിന്നെ പറയുന്ന ആൾക്കാർ ഒരു മാസ് കാണിക്കാം. ആ മാസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അല്ലാണ്ട് ആ ഡോഗിനെ ഇപ്പൊ ഉപദ്രവിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ആ ഡോഗിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഒരു ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഡോഗിന് ആ ഒരു വീഡിയോയിൽ? ഇത് കിട്ടുന്നതായിരിക്കാം, ഈ വീഡിയോക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കാം. ഇയാൾക്ക് അല്ലാണ്ട് വേറെ ആയിരിക്കും ഉണ്ടോ? നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ പോയത്, അല്ലെങ്കിൽ നമ്മൾ പോയില്ല. പക്ഷെ പോയി കഴിഞ്ഞ് ഈ ഇറക്കുന്ന സമയത്ത് അവരോട് പറയുന്നത് ഇവര് വീട്ടുകാരുടെ ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് സമയം പറയുന്നത്. അപ്പൊ ഞാൻ പറയാം എന്നാ വേണ്ട, നമുക്ക് ഒഴിവാക്കാം. കാരണം നിങ്ങളുടെ ഒരു പ്രശ്നമില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ വെറുതെ പോയിട്ട് മോശമല്ലേ? നമുക്ക് ഫീൽ ആവുന്നത് രഞ്ജു കാണിക്കുന്ന ഈ ഒരു ഡോഗ് മാത്രമാണ്. എല്ലാ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാ, ഏകദേശം എല്ലാ വീഡിയോസും ഇങ്ങനെയാണ്. അതല്ലാത്ത വീഡിയോ ആൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആള് ഓരോ വീഡിയോയിലും ഓരോ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പൊ ലാസ്റ്റ് വടകര ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ഡോഗിനെ അയക്കാൻ പറ്റുന്ന ആളെന്നെ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രഞ്ജുവിന്റെ ടെക്നിക്ക് ആണെങ്കിൽ രഞ്ജു അവിടുന്ന് ചങ്ങലായിട്ട് അയച്ചു കൊണ്ടേ. എന്തുകൊണ്ട് കൊണ്ടുവന്നിട്ടാ? അയച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. തിരിച്ചു ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. തിരിച്ചു ഉള്ളിൽ കയറ്റി ബിസ്ക്കറ്റ് ഇട്ടിട്ടാണ്. നമ്മൾ കോഴിക്കെല്ലാം ഇട്ട് കൊടുത്ത് പിടിക്കുന്നില്ലേ, അറിയോ? കോഴിക്ക് ഞാൻ തീറ്റിട്ടാ കോഴി വരും. അതുപോലെ ബിസ്ക്കറ്റ് ഇട്ടാണ് ഡോഗിനെ ഉള്ളിൽ കയറ്റിയത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ ചങ്ങലിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടാ? വേറൊരു വീഡിയോ ഭയങ്കര കടി കിട്ടുന്നുണ്ട്. ഇത് മാത്രല്ല വേറൊരു വീഡിയോ എനിക്കില്ല. ഞാൻ എല്ലാവരും പറയട്ടെ, എന്റെ 4 ഡോഗ് അതുപോലെ കടിച്ചാൽ മതി, ഞാൻ പോയി. ഞാൻ പരിപാടി ഇത് മാത്രല്ല സമാധാനം നിർബന്ധം. അല്ലല്ല, ഇത് മാത്രല്ല. ഇതിന് മുമ്പ് ഇത് വേറൊരു വീഡിയോ ചോക്കന്നെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഒരു രാജപാളയം കടൽ മച്ചാന്റെ അല്ലെ, അതാണ് ഞാൻ കണ്ടത്. രാജപാളയം നടന്ന സംശയമുണ്ട്. ഒരു ഡോഗ് കടൽ മച്ചാന്റെ. അപ്പൊ ആ ഒരു ഡോഗിനെ ആള് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? ഇവൻ രഞ്ജുവിന്റെ സ്റ്റൈലാണെങ്കിൽ കൂട്ടിൽ പോയി അയച്ചു കൊണ്ടിട്ടുണ്ട്. ഇതിപ്പോ കൂട്ടിനുള്ളിൽ നിന്ന് അയച്ചിട്ട് ചങ്ങല ആൾക്ക് കൊടുത്തു. ആൾ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് കടിക്കുന്നുണ്ട്. കടിക്കുമ്പോൾ ആള് ശരിക്കും ചോക്ക് ചെയ്യുന്നുണ്ട്. സച്ചിൻ ചോക്ക് ചെയ്ത പോലെ, ഞാൻ ചോക്ക് ചെയ്ത പോലെ ചോക്ക് ചെയ്യുന്നുണ്ട്. തൂക്കി പിടിക്കുന്നുണ്ട്. ഈ തൂക്കി പിടിക്കുന്നത് പ്രശ്നമല്ലേ? അപ്പൊ ഈ അന്ന് ഈ കുഞ്ഞിനൊന്നും ഈ കമന്റ് അടിച്ച ഒരാളുണ്ട്, അയ്യോ കുഞ്ഞിന് വേദനിക്കില്ലേ, കൊച്ചിന് വേദനിക്കരുത്. അപ്പൊ അന്ന് ഈ കുഞ്ഞിന് വേദനിച്ചു. ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാട്ടോ, എന്റെ ഒരു സൈഡാണ്. ഞാനിതില് സച്ചിൻ എന്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് നൻപൻ എന്ന് പറഞ്ഞാൽ നൻപണ്ടാ, പിന്നെ അതിൽ തെറ്റ് ശരിയൊന്നുമില്ല. അപ്പൊ സച്ചിനൊരു അല്ല അങ്ങനല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ തെറ്റ് ശരി നോക്കാണ്ട് നിൽക്കുന്നല്ല പറഞ്ഞത്. ഇതില് ഒരു എന്താ കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എന്റെ ഒരു കേസ് പറയാം. എനിക്ക് ഡോഗ് എന്നെ കടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് നീ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് താല്പര്യമില്ല. എനിക്ക് സീരിയസ്ലി താല്പര്യം. എന്തിനാണ് ഡോഗ് നമ്മളെ കടിച്ചിട്ട് നമ്മളെ ശരീരം മോശമാക്കിയിട്ട് നമുക്ക് പഠിച്ചൊന്നുമല്ല. ഇപ്പൊ ആ ഡോഗിന്റെ ശരീരം നോവരുത് എന്ന് പറയുന്ന പോലെ നമ്മളെ ശരീരം നോവേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ല. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന പരിപാടിയുണ്ട്. ഇങ്ങോട്ടൊരാൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി അങ്ങോട്ടേക്ക് അടിച്ച് ഉപദ്രവിക്കുന്നില്ലല്ലോ, പ്രിവെന്റ് ചെയ്യല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാതിരുന്നാൽ ആ പ്രിവെൻഷന്റെ ആവശ്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ ഡോഗിന് അങ്ങനെയൊക്കെയും ചിലപ്പോൾ അഡൾട്ടായ ഡോഗ്സിനെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്കത് കറക്ഷൻ പറയാം. കുഞ്ഞു കുട്ടികളെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിന് സമയം ഉണ്ടാവും. വലിയൊരാളാണ് ചെയ്യുന്നെങ്കിലോ തിരിച്ച് 4 ആൾക്കാർ 4 പൊട്ടിക്കും. അത് അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അങ്ങനത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്താൽ എനിക്കും കിട്ടും. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ തെറ്റ് ചെയ്യാതിരുന്നാൽ കിട്ടൂല. ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോയി ഡോഗിനെ ഇറക്കി, നീ നിന്റെ ഡോഗിനെ ഇറക്കി നീ ഇങ്ങ് പോന്നു. അതെ, അത് സമയം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ സമയത്തിനുള്ളിൽ ഇറക്കിയത് കൊണ്ട് ഇവർക്ക് വേറെ വീഡിയോ ഇല്ല. കണ്ടന്റ് സ്റ്റോപ്പായി.
ഈ കണ്ടന്റ് സ്റ്റോപ്പ് ആയിട്ടില്ല, ഞാനത് വലിച്ചു വേണ്ടി 1 മണിക്കൂർ എത്തിച്ചെങ്കിൽ ഇവരതുകൊണ്ട് ഓക്കെ ഇത്ര സമയം എടുത്തു വരട്ടെ. പക്ഷെ ഇത് ഇതുവരെയുള്ള എല്ലാ വീഡിയോ കമന്റ് ഇട്ടപ്പോ അത് എനിക്ക് മാത്രം, ഞാൻ മാത്രമായി, ഞാൻ കാരണം മാത്രമായി. സച്ചിൻ അവിടെ പോയി ദ്രോഹിച്ച പോലെ ആക്ച്വലി ഓര് പറഞ്ഞിട്ടല്ല അങ്ങനെ അവര് പറഞ്ഞിട്ടാണ് ഇറക്കിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചുറി പറ്റും, ഇൻഫെക്ഷൻ ഉണ്ട്. വെറുതെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ മറ്റേ എടുക്കുമ്പോൾ ഇത്രയൊന്നും പല്ലിനോ ചങ്ങലൊക്കെ ഒരു പ്രശ്നം വരില്ല, കൂടായി നമുക്ക് എടുത്തുണ്ടാവും. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അവന്റെ ഇതില്ല, ബാക്കി നമുക്ക് ഫീൽ ആവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. കാരണം ഇത്ര നേരത്തെ തോന്നുന്നു 2 മിനിറ്റിനുള്ള സംഭവം തീർക്കും. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ പ്രശ്നം വരും. അവൻ ചങ്ങല കിട്ട് കടിക്കും, കയറിന് അടിക്കും, വൈറ്റ് പോകും, അവൻ സമ്മതിക്കത്തില്ല. കാരണം അവനെ തെറ്റില്ല, നമ്മൾ അതിക്രമിച്ച് വരുന്ന ആൾക്കാരാണ്. പറ്റും, പക്ഷെ സമയം എടുക്കുന്നത്. ചലഞ്ച് അങ്ങനെ ആയതുകൊണ്ട് മാത്രമേ എടുക്കുന്നത്. ഞാനിങ്ങനെ പോയി, ഞാൻ വന്നു എടുത്ത് പോയി, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞ തട്ടിൽ കയറി പോകാൻ നമ്മൾ ചെയ്യാൻ വേണ്ടി കൂട്ടിലാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഭയങ്കര സ്ട്രെസ്ഡ് ആയെന്ന് തോന്നുന്നു. പിന്നെ കഴുത്തിലെ ഇൻഫെക്ഷൻ എന്തായാലും മുറിവുണ്ടാവും കേട്ടോ. കാരണം നീ ആ ചെയിനിലിട്ടാണ് എടുക്കാൻ പറഞ്ഞത്. ആ ചെയിൻ അറിയുന്ന സമയത്ത് സ്കിന്ന് പൊട്ടും. അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലേ, അത് വേറെ പ്രശ്നം. ഇത് എന്തായാലും അവന് ഉറപ്പാണ്, അവന് അങ്ങനെ പോയാൽ ബൈക്ക് ചെയ്യും. ഉറപ്പാണ്, ഇങ്ങനെ ഡയറക്റ്റ് പോയാൽ നടക്കൂല. അപ്പം സച്ചിൻ ആ മെത്തേഡിൽ ഇപ്പോൾ രണ്ടാമതും നോക്കി സച്ചിൻ അതൊന്ന് ക്ലിയർ ആയി പറഞ്ഞു കൊടുത്തേക്കാം. അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പം ഇവൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പൺ, ഫ്രാങ്ക്ലി ഓപ്പണായിട്ട് ഞാൻ പറയാം. ഇവൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ചെയ്ത പോലെ ഡയറക്റ്റ് ത്രൂ പോയിട്ട് അത് അങ്ങനെ എടുക്കാവുന്നതാണ് അച്ഛൻ ചോദിച്ചത്. അതെന്തായാലും നമുക്ക് നടപടിയാകുന്ന കാര്യമില്ല. കടി വാങ്ങിയിട്ട് അങ്ങനെ എടുത്തോണ്ട് അർത്ഥമില്ല. കാരണം കടി വാങ്ങി അങ്ങനെ സച്ചിനെ പോലൊരു വ്യക്തി എടുത്തോണ്ട് അർത്ഥമില്ല. കാരണം അത് സച്ചിൻ ട്രെയിനറാണ്. ഓൾറെഡി ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ആ ഡോഗിന് ഇഞ്ചുറി പറ്റുന്ന പറഞ്ഞിട്ടുണ്ട്, കഴുത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് മെഡിസിൻ കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ അതിന് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും കണ്ടിട്ടില്ല. കണ്ടത് എന്താണ്? അതൊന്നും ഇട്ടിട്ടില്ല. ഇല്ല, അതൊന്നും ഇട്ടില്ല. അത് ഇട്ടിട്ടുണ്ടോ സംശയം ഉണ്ടാവും. പക്ഷെ ഇന്നാരും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചത് എന്താണ്? ഡോഗിനെ ചോക്ക് ചെയ്തത്. പക്ഷെ ചോക്ക് ചെയ്തിട്ടില്ല. നെഗറ്റീവ് കമന്റ് വന്നതും അല്ല വിഷയം, കമന്റ് ഇട്ട വിഷയം. ഒഴിഞ്ഞു മാറി. അല്ലെങ്കിൽ ആള് പറയണായിരുന്നു സച്ചിൻ രണ്ടാമത് അങ്ങനെ ചെയ്തിട്ടില്ല. രണ്ടാമത് ചെയ്തതാണ് ചങ്ങലുണ്ടല്ലോ, അത് ആള് ചെയ്ത മെത്തേഡാണ്. ആള് ചങ്ങലയിൽ തൂക്കി പിടിച്ചു, ചങ്ങല കിട്ടാത്തതുകൊണ്ട് ചങ്ങലക്ക് കയറിട്ടിട്ട് കയറിൽ വലിച്ചു പിടിച്ചു. അപ്പോഴും ചോക്കാവുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല പറയുന്നില്ല. പക്ഷെ ഇത് ടൈറ്റ് ആവുന്നില്ല. കഴുത്തിലുള്ള ചങ്ങല പൊക്കി പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ മെത്തേഡ് ആൾ എത്രയോ വീഡിയോ ചെയ്യുന്നുണ്ട്. ഡോഗ് അടിക്കാൻ വരുമ്പോൾ ഡോഗ് നീക്കി പിടിക്കുന്നു, ഞാനും അതേപോലെ നീക്കി പിടിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എന്തോ വലിയ സംഭവം തെറ്റാണ്, ആള് ചെയ്യുമ്പോൾ അത് സേഫ്റ്റി കൊണ്ടിട്ടാണ് പറയുമ്പോൾ രണ്ട് അഭിപ്രായം. വീഡിയോയിൽ തന്നെ ഇന്നലെ സച്ചിൻ ഇട്ട റീൽ തന്നെ ഉണ്ട് സയന്റിഫിക് ആയിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ പറയുന്നു. എന്റെ മുന്നിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ കമന്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആളോട് പറയണത് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല, അച്ഛൻ ചെയ്തത് ഇങ്ങനെയാണ്, അത് ക്ലിയർ ചെയ്ത് പറയണമായിരുന്നു. അത് പറയാതെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിനെ കുറിച്ച്. ആളെല്ലാ വീഡിയോസും ഇങ്ങനെയാണല്ലേ? ഞാൻ ലീസ്റ്റ് ഓഫ് ട്രെയിനർ. ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളാ ചിന്തിക്കേണ്ടത് ഇതിൽ എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന്. അതായത് ഒരു വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ ആ ഡോഗിന്റെ ഉത്തരവാദിത്തമാണ് ആ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതാണല്ലോ ഇപ്പൊ ഈ ലാസ്റ്റ് വീഡിയോ മാത്രം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഡോഗിന്റെ ജെനറ്റിക്സിലുള്ള കാര്യമാണ്. അതിലാണ്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ചലഞ്ച് ചെയ്ത ഒരാൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന ആൾ ഈ ഡോഗിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ പുറത്തിറക്കുന്നുണ്ടല്ലോ. വീട്ടിലൊരാൾ ഡോഗിനെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗിനെ ഇതുപോലെ ഇറക്കാൻ കൊണ്ടുവരുമ്പോൾ വരുന്ന ആൾക്ക് ഒരു കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളെ വീട്ടിൽ വരുന്ന ആളുകൾക്കും കടി കിട്ടും. കടി കിട്ടാൻ നിങ്ങളാണ് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഡോഗ് കടിക്കാനുള്ള ധൈര്യമായി, കടി കിട്ടി, ഡോഗ് കടിച്ച് ശീലമായി. ഇനി അങ്ങോട്ട് ഡോഗ് കടിക്കുക എന്നുള്ളത് ഡോഗിന്റെ ഉള്ളിലാണ്. എനിക്കിപ്പോൾ ഒരാൾ അടിച്ചാൽ ഓൻ ഒതുങ്ങി, എന്നെ ഒരുത്തരം അടിച്ച് ഓനെ പേടിച്ച് ഒതുങ്ങി. അപ്പോൾ എനിക്ക് ധൈര്യമായി, അടിച്ചാൽ ഒതുങ്ങുമെന്ന് മനസ്സിലായി. എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടണം, എന്നാലേ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കുകയുള്ളൂ, പുതിയൊരു പാഠം. അത് കിട്ടാത്തിടത്തോളം കാലം എനിക്ക് കടിക്കുക എന്നുള്ളൊരു ബിഹേവിയർ എൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിലുണ്ടായി. അത് മോശമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പല ആൾക്കാർക്ക് ഇങ്ങനെ ചലഞ്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, സാധാരണ ഒരു ഡോഗിന് കടിക്കാൻ അറിയില്ല. അത് കടിയുന്നത് നമുക്ക് പഠിപ്പിക്കുന്നതാണ്. ഓരോ കടിയും ഒരു കടി കടിച്ച് രണ്ടാമത്തെ കടി എടുക്കാൻ ആ ഡോഗിന് ധൈര്യം വരും, സ്വാഭാവികമാണ്. നമ്മൾ പലരും ചാക്കും മറ്റേത് വെച്ച് ടഗ് ചെയ്യുന്ന കാണുന്നില്ലേ, ശരി, അത് കടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോഗിന് ഓൾറെഡി കടിച്ച് ശീലം ഉണ്ടെങ്കിൽ അടുത്ത് കടിക്കും, കടി ഉറപ്പാണ്. അപ്പൊ അങ്ങനെ കടിക്കുന്നുണ്ടെങ്കിൽ ഈ കടി നിൽക്കുന്നില്ല. ഇതിപ്പോ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഡോഗിന്റെ കടി ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ടാവും. അല്ല, ഞാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണായി ചെയ്യാൻ പാടില്ലല്ലോ. ഓപ്പണായി ചെയ്ത് കഴിയുമ്പോൾ ഞാനും കാണുന്ന ഒരാളല്ലേ, ഈ 1 മില്യൺ വ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ആ 1 മില്യൺ ഒരാൾ ഞാനല്ലേ. അപ്പൊ എനിക്കും ഇത് കണ്ട പോലെ ആയില്ല ഇത്. അപ്പൊ ഞാൻ മറിഞ്ഞേക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. നമ്മളാൾ പറഞ്ഞു ഡോഗിനെ ഇറക്കാൻ പറഞ്ഞു, ഡോഗിനെ ഇറക്കി. പക്ഷെ ആൾ സമ്മതിച്ചിട്ടുണ്ട് ഇറക്കിയെന്നുള്ള കാര്യം. എന്തുകൊണ്ട് സമ്മതിക്കുന്ന? ഒരു വീഡിയോയിൽ പോലും പറഞ്ഞില്ല സച്ചിൻ ഇറക്കിയെന്ന് പറഞ്ഞില്ല, ഒരു റീലിൽ പോലും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ ഇറക്കിയ ആളെല്ലാവരും വിളിച്ചു പറയുന്നില്ലേ, മറ്റുള്ളവർ ചെയ്താലും എന്തുകൊണ്ട് പറയുന്നില്ല?
നമ്മൾ ചെയ്ത എന്തോ മോശം കാര്യം ആള് ചെയ്ത് മാത്രം നല്ല കാര്യമാണ്. അതെങ്ങനെയാ മനസ്സിലായി? ആൾക്ക് സ്വന്തമായിട്ട് സച്ചിന്റെ മെത്തേഡ് ആർക്കെന്ന് പറയുന്നത്. എന്റെ മെത്തേഡ് ഞാൻ ട്രെയിനിങ് കോച്ച് 2017 അന്ന് തൊട്ട് ഇന്ന് വരെ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആൾ ഈ വീഡിയോ എടുത്ത് എനിക്കൊന്ന് 2 വർഷമായിട്ടുണ്ടോ, 2-3 വർഷം. ഓക്കെ, ആ 2 വർഷം മുമ്പ് ആളും ഇതേ മെത്തേഡിലാണ് ഡോഗിനെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ ഇറക്കിയിട്ടുണ്ട്, ചങ്ങലയിൽ ഇറക്കിയിട്ടുണ്ട്, കടി കിട്ടുന്നില്ല ഡോഗിനെ അയച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വീഡിയോ വടകരയിലെടുത്ത് ഡോഗിനെ അയച്ചു വിട്ടാണ്. അപ്പൊ ആൾക്കാർ സ്വന്തം ഒരു മെത്തേഡ് ഇല്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും എന്റെ സച്ചിൻ ലീ സ്റ്റോക്കിന്റെ മെത്തേഡിൽ ചെയ്യണം? എന്റെ മെത്തേഡ് വെച്ചാൽ കേരളത്തിൽ ഏത് ട്രെയിനും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അവർക്കറിയാം എങ്ങനെ ഡോഗിനെ സേഫായി ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ ഒരാൾക്കറിയാം. ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കും ഹാൻഡിൽ ചെയ്യാം. ഡോഗിനെ കടിപ്പിച്ചിട്ട് പിന്നെ ട്രെയിനിങ്ങിന് വിടാത്തൊരു സിറ്റുവേഷനിലാണ് ഡോഗിനെ അവിടെ വെച്ചിട്ട് പോകുന്നത്. അഡൽട്ട് ഡോഗ്സിനെ അങ്ങനെ വെച്ച് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആട്ടാ. ഒരാളും അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. എന്റെ പൊന്നെ വലിയ പിന്നെ അതിൽ കമന്റ്സ് പറയാം, കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ വമ്പം കടിയാവും, ഭയങ്കര സീനാവും. അല്ല, ഡോഗിനെ കടിക്കാനുള്ള അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ രണ്ട് ബിഹേവിയറേ ഉള്ളൂ. ഓക്കെ, മനുഷ്യന്മാരും അനിമൽസും തമ്മിൽ ഉള്ളൊരു മാറ്റം എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം തരാം. ഒന്നുകിൽ കീഴ്പ്പെടുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക. ഈ ഒരു ടെൻഡൻസി അനിമൽസിൽ ഭയങ്കരമാണ്. ഡോഗ്സിൽ അതിലുള്ള ഒരു സാധനമാണ്. അപ്പൊ ഉള്ളൊരു സാധനമാണ് അത് നമ്മൾ കൺട്രോൾ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുന്നത് അതിനാണ്. അപ്പൊ അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം കീഴ്പ്പെടുത്താൻ നമ്മളൊരു അവസരം ഉണ്ടാക്കി കീഴ്പ്പെടുത്താൻ അതിന് ധൈര്യവും കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ മുമ്പിൽ വരുന്നത് ചെറുതാണോ വലുതാണോ നോക്കാതെ ബിഹേവ് ചെയ്യും. ഫാമിലി ആകുമ്പോൾ കുട്ടികളുണ്ടാവില്ലേ, നമുക്കൊരു കടി കിട്ടിയാൽ നമ്മളെ കൈ ഇവിടെ മുറിയും അല്ലെങ്കിൽ ഇവിടെ മുറിയും. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് ഡോഗ്സിനെ വെച്ചിട്ട് ഞാൻ വെച്ചാൽ മൂപ്പര് ട്രെയിൻ ചെയ്യുന്ന കേട്ടാ. മൂപ്പര് ട്രെയിൻ ചെയ്യൂല. നമ്മള് സയന്റിഫിക് ആയി ട്രെയിനിങ് പഠിച്ച ആളാണ്. നല്ല അടിപൊളിയായി ട്രെയിനിങ് പഠിച്ചത്. അടിപൊളിയായി ട്രെയിനിങ് പഠിച്ചിട്ടുണ്ട്. കാരണം ഒരു ട്രെയിനിങ് വെച്ചിട്ട് ഞാൻ അവിടെ ബോസിന്റെ കൂടെ ഉൾഫം ബാക്കിലാണ്, ക്രിസ്റ്റോ ബാബു, ക്രിസ് വുൾഫ്. 1 വർഷം ഞാൻ ബോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ ടെക്നിക്സും നമുക്ക് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്, വൃത്തിയായി ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ആൾക്കാർ എന്താ പറയാ, കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞോ, എന്നോട് പറയാം, ക്ലിയർ ചെയ്ത് തരും. ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം, ഞാൻ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് എന്നെ കൊണ്ടാവില്ല, ഞാൻ ചെയ്ത വർക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ടാവില്ല പറഞ്ഞില്ല. പിന്നെ നമ്മൾ ചെയ്തതിൽ ഓണർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇതിൽ പല കമന്റ് കാണുന്നുണ്ട്. ഇപ്പൊ കമന്റ് എല്ലാം നോക്കാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് കമന്റ് നോക്കുന്നില്ല. കമന്റില് ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഓഡിയൻസിന്റെ കമന്റ് വലിയൊരു സംഭവം തോന്നുന്നില്ല. കാരണം ആളുകൾക്ക് 2 മൈൻഡ് സെറ്റ് ആണ്. ചില ആളുകൾ ഡോഗ്സിനെ കുഞ്ഞ് പാല് എന്ന് പറഞ്ഞ് നോക്കുന്ന ആളുകളുണ്ട്. ചില പവർ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഡോഗിനെ ഒരു വെപ്പണായി കൊണ്ടു നടക്കുന്നത്. അപ്പൊ അത് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് അനുസരിച്ച് ഡിഫറെന്റ് ആയതുകൊണ്ടാണല്ലോ പല പർപ്പസിൽ ആൾക്കാർ ഡോഗിനെ വളർത്തുന്നത്. അതുകൊണ്ട് ഓഡിയൻസിന്റെ കമന്റ് ഒരു മെലിനോയ്സിനെ കുഞ്ഞേ പാല എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരാള്, ഒരു വീട്ടിലൊരു പൂഡിലിനെ നോക്കിയിട്ടുള്ള ഒരാൾ മെലിനോയ്സിനെ കാണുമ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഡിഫറെന്റ്. അപ്പൊ ഓഡിയൻസിന്റെ കമന്റിൽ അല്ലെ മൂപ്പരിട്ട കമന്റാണ് പ്രശ്നം. അപ്പൊ ഇവര് ഈ ഓഡിയൻസ് അറിയേണ്ട കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഓഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെക്കൻഡ് കറക്റ്റ് ചെയ്തത് അത് എന്റെ സേഫ്റ്റി കൊണ്ട് ചെയ്തതാണ്. രണ്ടാമത് ഇവർ പറഞ്ഞ ശേഷമാണ് നമ്മൾ ഡോഗിനെ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്തത്. അത് ചെയ്ത ആൾക്കാരല്ല തെറ്റ് ചെയ്യേണ്ടത്, അവരല്ല അതിന് മാപ്പ് പറയേണ്ടത്. കാരണം ആ ഡോഗിന് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച അവരാണ്. ഞാൻ ചെയ്തത് ഞാൻ തെറ്റാന്ന് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ ഇപ്പോഴും പറയുന്നില്ല ഇവർ ചെയ്ത് തെറ്റാന്നുണ്ട്. എന്തുകൊണ്ട് പറയുന്നില്ല? ഈ വീഡിയോ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്, എത്ര റവന്യൂ ഇതിലുണ്ടായിട്ടുണ്ട്. ഈ റവന്യൂ കൊണ്ട് ആ ഡോഗിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാ? എന്തെങ്കിലും ഒരു പെഡിഗ്രി പാക്കറ്റ് പോലെ ഡോഗിന് കിട്ടിയിട്ടുണ്ടാ? ഇല്ലല്ലോ. ആ ഡോഗിന് അത് കിട്ടിയെന്നാ എന്റെ കയ്യിൽ നിന്ന് കറക്ഷൻ കിട്ടിയത് മാത്രമല്ലാണ്ട് ഞാൻ പറയാം ഇൻഫെക്ഷൻ ആകുന്ന യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇങ്ങനെ കൂട്ടിൽ നിന്ന് ചലഞ്ച് വെച്ച് ഡോഗിനെ ഇറക്കുന്നതുകൊണ്ട് ഡോഗിന് യാതൊരു ബെനിഫിറ്റും ഇല്ല, കൂടുതൽ മോശമാകുന്നുള്ളൂ. പിന്നെ ആൾക്കാർ പറയുന്ന കമന്റ്സ് ആണ് നമ്മൾ ചോക്ക് ചെയ്യുമ്പോൾ വേദനിച്ചു എന്ന്. ചോക്ക് ചെയ്യുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും വീട്ടിൽ പറയുന്നേക്ക്, നമ്മളെല്ലാവരും വീട്ടിൽ പശുവുണ്ട്. മൂക്കുകയറില്ലാത്ത ഒരു പശുവെങ്കിലും കേരളത്തിലുണ്ടാ അല്ലെ ഇന്ത്യയിലുണ്ടാ? കറക്കുന്ന പശു ഞാൻ പറയണം. ഈ കറന്നിട്ട് പാൽ ഒഴിക്കുന്ന ആൾക്കാരാണ് നാട്ടിൽ മൊത്തം ആൾക്കാർ. മൂക്കയർ ഒരു പശുവിന് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും, അത്രമാത്രം നമ്മൾ ഈ ഡോഗിൽ ചെയ്യുന്നുണ്ടോ? അതെ, ഡോഗ് അങ്ങനെ ഞാൻ പറയട്ടെ, ഇതിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. സംഭവം സിമ്പിളാണ്. ഡോഗിനെ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ഡോഗിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമുക്ക് വൃത്തിയിൽ ഭയങ്കര സമയം എടുത്തിട്ട് സമാധാനപരമായിട്ട് അതിനെ അടിക്കുക പോലും ചെയ്യാതെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന് ചിലപ്പോൾ 1.5 വർഷം എടുക്കും. ഡോഗിനെ കറക്റ്റ് ചെയ്ത് ഡോഗിന്റെ ക്യാരക്ടർ ന്യൂട്രലൈസ് ചെയ്ത് പിന്നെ അതിൽ നല്ല പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തില്ലേ ഡോഗിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കണേ 1 വർഷം എടുക്കും. നിങ്ങൾക്ക് ഒരു വർഷം ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഏകദേശം 2 ലക്ഷം രൂപ മിനിമം കൊടുക്കേണ്ടി വരും. ആർക്കെങ്കിലും ഡോഗ് ട്രെയിനിങ്ങിന് 2 ലക്ഷം രൂപ കൊടുക്കാൻ വൃത്തിയുണ്ടാവും? അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. അപ്പൊ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യുക, ഷോർട്ട് ടേമിൽ കാര്യം നടക്കുന്ന മെത്തേഡ്സ് ആണ്. കുറച്ച് എന്താ പറയുക, അഗ്രസീവ് ആകുന്ന സമയത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കറക്ഷൻ. ശരിക്കും ഒരു പപ്പിനെ ട്രെയിൻ ചെയ്യണം, 3, 4, 5 മാസം പപ്പിനെ ട്രെയിനിങ് ചെയ്യണം. അത് നമ്മൾ ഒരാൾ കൊടുക്കണമെന്നല്ല,
വീട്ടുകാരനെ ചെയ്യാം. അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് മിലിറ്ററി സെറ്റപ്പ് അല്ല. നമ്മളെന്താ ബിഹേവിയർ സാധനം പഠിപ്പിക്കുക, കൂട്ടി കയറുക, കൂട്ടുന്ന ഇറങ്ങുക, വിളിച്ചാൽ വരിക, ഫുഡ് കൊടുക്കുക, പ്രോപ്പറായി ബിഹേവ് ചെയ്യുക, കൂടെ നടക്കുക ഫ്രീ ആയിട്ട്. ഇതൊക്കെയാണ് ട്രെയിനിങ്. അല്ലാണ്ട് മണ്ണിൽ കിടന്നില്ല അങ്ങനത്തെ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾക്ക് ആ ഡോഗിനെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഡോഗിനെ ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് അത് നമുക്കൊരു ബോണ്ടിങ് ആണ്. അത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ സമയത്ത് ഡോഗ് നമ്മൾ കൺട്രോളിലേക്ക് വരും. നമ്മൾ കൺട്രോളിലാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണം ഡോഗിനെ ഹാൻഡിൽ ചെയ്യാം. അതല്ലാത്ത ഡോഗിനെയാണ് ഇങ്ങനെ ചലഞ്ച് വരുന്നത്. ഇങ്ങനെ ചലഞ്ച് വരുമ്പോഴാണ് ആൾക്കാർ പോയി ഇറക്കുക. ഇറക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഡോഗ് കടിച്ചിട്ടുണ്ടെങ്കിൽ, കടിക്കാൻ ടെൻഡൻസി ഡോഗിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം ഡോഗ് റിപ്പീറ്റ് ചെയ്യും. ഡോഗിനറിയാം ഡോഗിനെ എങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന അറിയാം. അപ്പൊ അത് ചെയ്യുമ്പോൾ ആള് ബാക്കപ്പ് ആകുന്നുണ്ടെങ്കിൽ ഡോഗ് പിന്നെ ഡോഗിനുണ്ടായി, ഡോഗായി അവിടുത്തെ എല്ലാം. either be black, either be white, don't be a grey, അല്ലേ? ഒന്നുകിൽ മോശമാകുക അല്ലെങ്കിൽ നല്ലതാവുക, ഇടയിൽ നിന്നിട്ട് അങ്ങോട്ടും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ ആ ഡോഗിന് അങ്ങനെ ഒരു പർപ്പസ് ഇല്ലെങ്കിൽ ആ ചലഞ്ച് ശരിക്കും വലിയ ചതിയാണ്. ഞാനത് ഓപ്പണായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് പറയുന്നില്ല? ഇവർ ചെയ്ത് തെറ്റ് ഇവർ സമ്മതിക്കണ്ടേ? അപ്പൊ അത് എന്തിനു വേണ്ടിട്ടാണ് സച്ചിന് വന്നേ? റവന്യൂ റീച്ചിന് വേണ്ടിയിട്ട്. കാരണം ഒരു മാസ് കാണിക്കുന്നത് ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഡോഗിനെ മാസ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും മോശം പരിപാടിയാണ്. അത് എന്റർടൈൻമെന്റ് ആണല്ലോ അല്ലേ? അത് ആയിക്കോട്ടെ, അത് മറ്റുള്ളവരെ ലൈഫ് വെച്ച് കളിക്കണ്ടല്ലോ, ആ ഡോഗിനെ വെച്ച് കളിക്കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ ഡോഗിനെ കറക്റ്റ് ചെയ്ത് ചെയ്യട്ടെ. ആ ഡോഗിനെ കറക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, സമ്മതിച്ചു. ഡോഗിനെ ഒരു 10 എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഡോഗിനെ പുറത്തയച്ചു പോകുന്നുണ്ട്, അത് സമ്മതിച്ചു, നല്ല കാര്യമാണ്. കടിക്കുന്നില്ലെങ്കിൽ ഡോഗ് ഫ്രീ ആണ്, അത് കാണിച്ചിട്ടേ. അല്ലാതെ ഇങ്ങനെയുള്ള ഡോഗിനെ പുറത്തൊരു മാസം കഴിക്കേണ്ട ആവശ്യം എന്താണ്? ഈ ഡോഗിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നമുള്ള ആൾക്കാരെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് കാണിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ അടുത്ത് പോയിട്ട് അയച്ചു കൊണ്ടിരുന്ന എന്താ മാസമുള്ളത്? ഇതാണ് വിഷയം. ഒരാവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ സമാധാനത്തിനാണ്. ഞാൻ ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം കണ്ടുവരുന്ന ആൾക്കാർക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഈ പറഞ്ഞ ആൾക്കറിയാം, ഈ പറഞ്ഞ ആൾക്കാർ ആളിന് സോൾവ് ചെയ്യാൻ അവർക്കും അറിയാം. നമ്മളത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ആവില്ലായിരുന്നു. ഇവർ തന്നെ 2 വശം പറയാൻ പാടില്ല, അതായത് 2 കാലം വെക്കാൻ പാടില്ല. ഒന്നുകിൽ കമന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, അതുപോലെ ഇറക്കി കാണിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ രഞ്ജു ബ്രോ ഇറക്കിയ പോലെ. മണ്ടത്തരം കാണിച്ചിട്ടാണ്. രഞ്ജു ബ്രോ വാങ്ങിയിട്ട് ഇറക്കാൻ നോക്കാന്ന്. നമുക്കൊരു ഇറക്കാൻ പോകുന്ന ആൾക്ക് ഒരു കടി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കടി കിട്ടാതെ ഇറക്കുന്നതാണ് ബുദ്ധിയായിട്ടുള്ളൊരു നീക്കം. അതല്ലെങ്കിൽ കടി വാങ്ങുകയാണെങ്കിൽ വാങ്ങാം എന്നിട്ട് ഇറക്കാന്ന് പറയുന്നതാണ് ഒരു ബുദ്ധിപരമായ നീക്കം. അല്ല, ഞാൻ പറയട്ടെ, രഞ്ജു ബ്രോ ഇറക്കിയിട്ടുണ്ട് രണ്ടാമതായിട്ട്, കൂട്ടുന്നിറക്കി. എന്തുകൊണ്ട് ഇതുവരെ കെട്ടിയിട്ട് ഇറക്കിയില്ല? അത് രണ്ടാമതായിട്ട് ഇറക്കിയതാ. അങ്ങനെയാണ് എന്തുകൊണ്ട് രഞ്ജു ബ്രോ ഇതുപോലെ കെട്ടിയിട്ട് ഇറക്കിയില്ല? വിഷയം തീർക്കുന്നതല്ല, വിഷയം കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാവണം. കൂട്ടുന്ന ഒരു ഡോഗിനെ ഇറക്കുന്ന സമയത്ത് ആ ഡോഗിന് എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ ടെൻഡൻസി ഉണ്ടാവും. ആ ഡോഗ് ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പോവില്ല. മീൻസ് ഫസ്റ്റ് പുറത്തേക്ക് ഇറങ്ങും. അത്രയും അഗ്രഷൻ ആയതുകൊണ്ടാണ് ഡോഗ് അന്ന് അഗ്രഷൻ ഞാൻ നിന്നെ കടിക്കണോ ഡോഗ് ചോദിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ വീഡിയോയിൽ ആൾ ഇറക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കടിക്കണോ? അപ്പൊ ആളെന്താ ചെയ്യുന്നറിയോ? ആളിങ്ങനെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആള് ഡൗൺ ആയി അവിടെ, അതായത് രഞ്ജു അവിടെ ഡൗൺ ആയി. അപ്പൊ മാസ് കാണിച്ചു തരാൻ ഡോഗാണ്, രഞ്ജു അല്ല. മാസ് കാണിച്ച് ഡോഗാണ്. ഡോഗിന്റെ മാസ് രഞ്ജുവിനെ വെറുതെ വിട്ടതാണ് ഡോഗ്. അപ്പൊ പിന്നെ അതിൽ വേറെ ബീജം കുത്തി കയറി മാസ് കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആള് തിരിച്ചാ ഡോഗിനെ കൂട്ടിലാക്കണായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ഡോഗിനെ തിരിച്ചാൾ കൂട്ടിലാക്കണായിരുന്നു. എന്തുകൊണ്ടാക്കിയില്ല? ഇപ്പൊ ലാസ്റ്റ് ജർമ്മൻ ഷെപ്പേഡിന്റെ വീഡിയോ അയച്ചു വിട്ടിട്ട് മാസ് കാണിക്കാൻ പറ്റും. മാസ് കാണിക്കട്ടെ, കാണിച്ചില്ലല്ലോ. പേടിച്ചുകൊണ്ടാ ഇറക്കുന്നത്. ഇട്ടില്ലല്ലോ ഡോഗ് ചലഞ്ച് എന്ന കള്ളത്തരം എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് തമിഴിലിട്ടു. ഓക്കെ, അത് ഫസ്റ്റ് ആ ഫോട്ടോ എന്താണ്? ഞാൻ ചോക്ക് ചെയ്യുന്നു. ട്രെയിനർ പൊളിച്ചു. ട്രെയിനർ എന്താ ചെയ്യുന്നത്? പൊളിച്ചു ചോക്ക് ചെയ്യുന്ന ഫോട്ടോ. അതിനുശേഷം ഞാൻ പുറത്തു കൊണ്ടുപോയില്ല. എന്തുകൊണ്ട് അത് ഇട്ടില്ല? അപ്പൊ ഇവര് ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. നമുക്ക് ഇത്രയും മൈൻഡ് അങ്ങോട്ട് പോകില്ല. നിനക്കറിയാം നിനക്ക് ഏതിട്ടാ ക്ലിക്കാവും എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നത്. അല്ല, ഞാൻ ആരും കുരുതിക്കാരുന്നു. ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ അത് ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം, പറയണം. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ഇതെന്താവും നോക്കാം അല്ലെ? നമ്മളെ ബോസ് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ആരോടും ഇങ്ങനെ ലയോ കാര്യങ്ങളെ കുറിച്ച് പോകാനുള്ളത് നമ്മൾ അങ്ങോട്ടായിട്ട് പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ കൊടുത്തത് മാത്രം. ഇന്ന പോലെയാണ് സംഭവം, ഇതാണ് സംഭവിച്ചത് മാത്രം. അതല്ലാണ്ട് നമുക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല.
മനസ്സിലായി. ഡോണ്ട് ഡു ദിസ് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഡോഗ് ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും കടിക്കാതെ ആ വീട്ടിൽ വേറൊരു പ്രശ്നമില്ലാത്തൊരു ഡോഗിനെ, ഇനി കടിക്കുന്ന ഡോഗ് ആണെങ്കിൽ പോലും അവിടെ പോയി കടി വാങ്ങി ഡോഗിനെ കൂട്ടുന്നിറക്കിയിട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ വിട്ടുകൊടുക്കാതെ അവിടെ നിന്ന് പോരുന്നത് വളരെ മോശമാണ്. എനിക്കറിയില്ല, ട്രെയിൻ ചെയ്യുന്നില്ലെങ്കിൽ വളരെ മോശമാണ്. ഇനി ഏത് ഓണേഴ്സ് പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ആ ഡോഗ് കൂട്ട് കാലാകാലം കിടക്കേണ്ടി വരും. അതായത് ഡോഗിനോട് ഏറ്റവും വലിയ ആള് കുറച്ച് നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കിടക്കുന്ന ഡോഗ്സ് ഉണ്ട്. അപ്പൊ അതിനഴിച്ച് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് ധൈര്യം വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മോശം കാര്യമാണ്. ഇത് മോശമാണ്. ഇങ്ങനെയുള്ള ഡോഗിന് ഒരു പ്രശ്നമില്ല. ഇല്ല, വെറുതെ അവിടെ പോയി ഇറക്കി മാസ്ക് കാണിച്ചു. മാസ്ക് കാണിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ ആ വീഡിയോ നീ നോക്കി ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. ഞാൻ അത്രമാത്രം ആ ഡോഗിനെ സപ്പോർട്ട് ചെയ്താ പറയുന്നത്. ഈ കണ്ടു നിൽക്കുന്ന കുറെ ആൾക്കാർക്ക്, ഇവർ പെറ്റ് ലവേഴ്സ് ആയാലും പെറ്റ് ഓണേഴ്സ് ആയാലും, ഇവരെന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല? ആ ഡോഗ് എങ്ങനെയുണ്ട് കണ്ടീഷൻ കണ്ട്, ആ ഡോഗിന്റെ കൂട് കണ്ട. ഞാൻ ഓണർ പറഞ്ഞാണ്, ഞാൻ ഓണറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡോഗിന്റെ കൂട് നോക്കണം. പിന്നെ ഓക്കെ, ഈ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ഡോഗ് കിടക്കുന്ന സ്ഥലം. ഇത് കണ്ടോ, ഇത് ചങ്ങല എവിടെ ചോക്ക് ചെയ്ത് നോക്കിയത് ഇതുണ്ടോ? ഇത് ബാക്ക് ഓഫ് കഴിഞ്ഞാണ്, ചോക്കല്ല ചെയ്യുന്നത്, ആ ചങ്ങലയിലാണ് പിടുത്തുള്ളത്. ഇതുപോലെ എത്രയോ വീട് എനിക്ക് പിടിച്ചിട്ടുണ്ട് കടിക്കാൻ വരുന്ന സമയത്ത്. ഞാൻ കടിക്കുന്നതിന് മുമ്പ് പിടിച്ചു, നീക്കി പിടിച്ചു. എടാ എന്താ ഇത് ചോക്കല്ല, ഇത് സൂം ചെയ്ത് കാണിക്കണം. ഓക്കെ, നമ്മൾ പിടിച്ചിട്ടില്ല ആൾക്കാർ കാണുന്നത്. ഇത് നോക്ക്, ഈ ചങ്ങല ഇവിടെ ലോക്കായിട്ടുണ്ട്, ഈ കയർ ഇതിൽ ചങ്ങല ലോക്കായിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നുണ്ട്, അതെന്തായാലും നമുക്ക് നടപടി ആവുന്ന കാര്യമില്ല. കടി വാങ്ങിയിട്ട് അങ്ങനെ എടുത്തോണ്ട് അർത്ഥമില്ല. കാരണം കടി വാങ്ങി അങ്ങനെ സച്ചിനെ പോലത്തെ വ്യക്തി എടുത്തോണ്ട് അർത്ഥമില്ല. കാരണം അത് സച്ചിൻ ട്രെയിനറാണ്. ഇപ്പൊ ഞാൻ എന്നെ പോലെ വ്യക്തിയാണ് ചിലപ്പോൾ കടി വാങ്ങിയാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് റെസ്റ്റോറൻറ്റ് അറിയണമല്ലോ ചലഞ്ച്. അതിനാണ് നമ്മൾ കടി വാങ്ങുക അല്ലെങ്കിൽ കടി വാങ്ങാതിരിക്കുക. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പൊ ഇങ്ങനെ എന്തായാലും പോയാൽ അവിടെ പോയി അങ്ങനെ എടുക്കാൻ നടക്കൂല. അതൊക്കെ എടുക്കാം, എടുക്കാം. ചോദിച്ചാൽ അറിയോ, അതായത് നമ്മൾ ഈ സാധനം ഉപയോഗിക്കാതെ അതായത് ഞാനന്ന് പോയത് ഫ്രീ ആയിട്ട് പോയി അടിക്കാനാ പോയത്. അത് നടപടി ആകും. പക്ഷേ കടി മേടിക്കും. അതാ പറഞ്ഞോ, അത്രേ ഉള്ളൂ. കടി വാങ്ങിച്ചു കടിക്കും. അപ്പൊ അത് അല്ല, ഡ്രോപ്പ് അല്ല, ചെയ്യണമെങ്കിൽ ഇവന് ഇനി ബ്ലഡ് വരും. ആൾക്കാർക്ക് അത് കാണുമ്പോൾ നല്ല ഫീൽ വരും, നമുക്കും ഫീൽ. വെറുതെ ഒരാവശ്യമാണ് ചെയ്യുന്നത്. രോഗിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ആവശ്യമില്ല, കറക്റ്റാണ് ചെയ്യുന്നത്. ഓൾറെഡി കയറിയുന്ന ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാരെ അത് പോയിന്റ് കേട്ടോ, അച്ഛൻ പറഞ്ഞ പോയിന്റ്. അതായത് ഇവർക്ക് ഇതിനെപ്പോലെ സിമ്പിൾ അടിച്ചു പോവാം. നമ്മളെപ്പോലെ ഒരു വ്യക്തി വരുമ്പോൾ അടിക്കുമ്പോഴാണ് ഈ വിഷയമുള്ള വിഷയമില്ല. അപ്പൊ നമ്മുടെ അടുത്തോളം ഡോക്ടറല്ല, വീട്ടുകാരുടെ പ്രശ്നമില്ല. കൂളാണ് നിങ്ങളോട്. ഞാൻ ശരിക്കും ഒരു തൊഴിൽ ചെയ്യുന്നു. ഒറ്റ കാര്യമാണ്, ഇപ്പൊ സച്ചിൻ പറഞ്ഞില്ല നമ്മളെടുക്കാൻ പോകുന്ന രോഗി ഇങ്ങനെയെന്ന് പറഞ്ഞ സംഭവം മനസ്സിലായില്ല. സച്ചിൻ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഡോഗിനെ കളക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ സച്ചിൻ ആദ്യം ഉപയോഗിച്ച മെത്തഡില്ലേ, അതുപോലെയാണ് വീട്ടിലുള്ള എല്ലാവരുടെയും. അത് ഇച്ചിരി ആ സമയത്ത് ഒരു പവർ ഉണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഡോഗ് ഇച്ചിരി നമുക്കൊരു കളി കിട്ടും. അപ്പൊ അപ്പൊ ആ രീതിയിൽ പിടിച്ചാണ് ഇവര് കൊണ്ടുപോകുന്നതാണ് സച്ചിൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇവരോട് പറഞ്ഞ കാര്യം കേട്ടോ. അത് നമ്മൾ അങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ഈ വിഷയമൊന്നുമില്ല, ഈ ബൈറ്റ് പ്രശ്നം വരില്ല. ഇതിപ്പോ കടിക്കുന്ന ഫുള്ള് ഈ ശരീരത്തിൽ വീഴുന്ന ചെയിനും വീശലുമാണ്. ആ കടിക്കുന്ന സമയത്ത് ഇവന് പല്ല് പൊട്ടും. പല്ലിനെ പൊട്ടിയിട്ട് ലൈഫിലും അവന് ആരെയും കിട്ടിയില്ലെങ്കിൽ അവൻ കമ്പിയായിട്ട് കടിക്കും. അപ്പോ അതുപോലല്ലേ സാർ, അതല്ല നമ്മളിപ്പോ അതിന്റെ ഒരു ഫീല് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ സംഭവം ഇതാണ്. അപ്പൊ പിന്നെ ഇനി വേറെ എടുക്കാം. പക്ഷേ അടിക്കാൻ പറ്റും. ഞാനിപ്പോ രഞ്ജനം ചെയ്ത പോലെ
പറ്റുമോന്നൊരു ഇതുള്ളായിരുന്നു. പറ്റും, പക്ഷെ അത് റിസ്ക് എടുക്കുക. അങ്ങനെയല്ല, പറ്റും കടി വാങ്ങും, അതാണ് വിഷയം. കടിക്കുന്നോണ്ട് നേരത്തെ ഇളയ ഞാൻ പറയുന്നുണ്ട് ആ ഡോഗിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാണ്. ആ കൂട് ഭയങ്കര ഷോക്കാണ്. എനിക്ക് മനസ്സിലായി. ഇതിലൊക്കെ മൊത്തത്തിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ തന്നെ മൂപ്പര് അഗ്രി ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കമന്റ് സെക്ഷനാണ് പ്രശ്നം. കമന്റ് ആണ് പ്രശ്നം. നമ്മളോട് ഇപ്പൊ പറയുന്ന കാര്യം നേരെ നോക്കി പറയണം. അതെ. അപ്പൊ മൂപ്പര് എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ ചെയ്തത് മോശമായി ചെയ്തു, നീ ഓക്കെ ഡൺ ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അത് പറയണം, അത് സമ്മതിക്കണം. പുറത്ത് ഞാൻ ചെയ്തെങ്കിൽ ഞാൻ ചെയ്തെന്ന് കാര്യം പറയണം. മനസ്സിലായോ? ചെയ്തിട്ടില്ല കാര്യം. സച്ചിൻ വന്നു ചെയ്തു പറയുന്നുണ്ടല്ലേ, അത് എന്നോട് പറഞ്ഞു. ചെയ്ത മോശമാണെന്നുണ്ടെങ്കിൽ ആ കമന്റിൽ പറഞ്ഞത് നേരെ പറയണേ. അത് പറഞ്ഞില്ല. കമന്റിൽ പറയുകയും ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ദി എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വിഷയം നല്ല രീതിയിൽ തീരട്ടെ. പരമാവധി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാണ്ട് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അല്ല, ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കുന്നത് എനിക്കുള്ളൂ. നമുക്ക് മനസ്സിൽ വലിയൊരു ഇത് വെച്ചിരിക്കാനൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ഇതുവരെ ആരോടും വന്നിട്ടില്ല. ഈ ഫീൽഡിൽ എത്ര പേരുണ്ട്, അങ്ങനത്തെ ഒരു ഫീൽ ആരോടും ആയിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സച്ചിന്റെ സൈഡ്. ഇനി പുള്ളിയുടെ സൈഡ് എന്താണെന്നുള്ളത് ചിലപ്പോൾ പുള്ളി ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അല്ല, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. കാരണം എനിക്ക് ഇല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആർക്ക് നോക്കിയാൽ ഈ വീഡിയോ ഒക്കെ മനസ്സിലാവും എന്താണ് ആള് പറഞ്ഞത്, എന്താ ഞാൻ ചെയ്തതെന്നുള്ളത്. ആള് പറഞ്ഞ ഞാൻ ചെയ്തു. പിന്നെ അത് വളച്ചൊടിക്കാൻ പാടില്ല. വളച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല. അതെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.